ഹരേ കൃഷ്ണ. തിരുപ്പതി ബാലാജി ദർശനം നടത്തി കഴിഞ്ഞാൽ ആ ദർശനം പൂർത്തിയാവണമെങ്കിൽ ഇവിടെ വന്ന് ഭഗവാന്റെ പത്നിയായ പത്മാവതി അമ്മയും ദർശിക്കണം. എന്നാൽ മാത്രമേ ദർശനം പൂർത്തിയാവുള്ളൂ. തിരുമലയിലാണ് വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം. ഈ പത്മാവതി ക്ഷേത്രം എന്ന് പറയുന്നത് തിരുപ്പതിയിലാണ്. അവിടെ നിന്നും ഒരു 7 കിലോമീറ്റേഴ്സ് നമ്മൾ മലയിറങ്ങി താഴെ വരണം. പത്മാവതി ക്ഷേത്രം ഇതാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്: ഭഗവാൻ മഹാവിഷ്ണുവുമായി വേർപിരിഞ്ഞ മഹാലക്ഷ്മി ഭൂമിയിൽ പത്മാവതിയായി വന്ന് ജനിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു രാജാവിൻ്റെ പുത്രിയായിട്ടാണ് മഹാലക്ഷ്മി ജന്മം എടുക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു 12 വർഷക്കാലം തപസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പത്മാവതി അമ്മയെ വിവാഹം കഴിക്കുന്നത്. തൻ്റെ പ്രാണപ്രിയയെ വേർപിരിഞ്ഞ വിഷമത്തിൽ ഭഗവാൻ അവതാരം എടുത്ത് വന്നതാണ് തിരുപ്പതിയിൽ ബാലാജി വെങ്കടേശ്വര സ്വാമിയായിട്ട്. ഇവിടെ തിരുപ്പതിയിൽ ഭഗവാൻ തിരുമലയിൽ കലിയുഗത്തിൽ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചു എന്നതാണ് ഐതിഹ്യം. അപ്പോൾ ഭഗവതി ഇവിടെയാണ് കുടികൊള്ളുന്നത്. പത്മാവതി അമ്മൻ കോവിൽ എന്ന് പറഞ്ഞാൽ ഈ തിരുപ്പതിയിലെ സ്ഥലത്താണ്. ഇന്ന് ഫ്രൈഡേ ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിൽ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈലൊന്നും അലൗഡ് അല്ല. ഇവിടെ പുറത്ത് വെച്ചിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തിരുപ്പതി ബാലാജി ദർശനം പൂർത്തിയാണെങ്കിൽ ഭഗവാന്റെ പത്നിയായ പത്മാവതി ദേവിയെ ഇവിടെ വന്ന് ദർശിക്കണം.